ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് തയ്യാറാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഇതിലേതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്, ഒരുപാട് ഇടുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ പല സ്കിൻ ടൈപ്പിനും പല ഇൻഗ്രീഡിയൻസും സൂട്ടാവില്ല. ചിലർക്ക് ചില പാക്കുകൾ മാത്രമേ റിസൾട്ട് കിട്ടൂ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരാൾ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഫേസ് പാക്ക് ഏതാണോ അത് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് പെർമനൻറ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടാകുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് 1 ടീസ്പൂണോളം കടലപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കോഫി പൗഡർ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ തൈരാണ്. നല്ല കട്ട തൈരാണ്. ഞാൻ 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 1-2 ടീസ്പൂണ് തൈര് എടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഈ കല്യാണത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട്, അതായത് കല്യാണം എടുത്തിരിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം ഇത് ചെയ്യുക. അപ്പോൾ അവരവരെ ഒരു മാസം മുന്നേ ഇത് കണ്ടിന്യൂസ് ചെയ്യാനാണെങ്കിൽ മുഖത്ത് ഒരു ഈവൺ ആയിട്ടുള്ള കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സഹായിക്കും. അവിടെ ഈ കറുത്ത പാടുകളുള്ളവർക്കെല്ലാം അത് മാറിയിട്ട് നല്ല കളർ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് സഹായിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ നിൽക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിൻ്റെ രൂപത്തിൽ വേണം നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പാലോ തൈരോ ആ ഒരു രീതിക്ക് മാറ്റിയെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഈ നോർമൽ സ്കിന്നാണെങ്കിൽ എന്തും നിങ്ങൾക്ക് സൂട്ടാവും. പക്ഷേ ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന് ഇവരെല്ലാം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അവരെ സ്കിന്നിന് സൂട്ടായത് ചേർക്കുന്നതാണ് നല്ലത്. ഈ ഓയിലി സ്കിന്നുള്ളവർ തൈരിനേക്കാളും നല്ലത് പാൽ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് തൈരാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയ മുഖത്ത് ഈ ഒരു ഫേസ് പാക്ക് 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് 2 മിനിറ്റ് പിന്നെ നമ്മൾ മസാജ് കൊടുക്കണം എന്നുള്ളത്. 2 മിനിറ്റ് കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് ഡ്രൈ ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടൂ. അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം പോയിട്ട് കഴുകി കളഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ഫേസ് പാക്ക് കൊണ്ട് ഒരു ഗുണവും കിട്ടില്ല. പിന്നെ നാച്ചുറൽ ഫേസ് പാക്കുകളാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യണം. ഇത് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒരുതി എടുത്താൽ നമ്മുടെ ഈ അൺവാണ്ടഡ് ഹെയർസ് ഉണ്ടല്ലോ മുഖത്ത് വരുന്ന, അത് പോകാനും ഇത് സഹായിക്കും കേട്ടോ. ഇത് നമ്മളെ രോമമുള്ള ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതിങ്ങനെ ആക്കി കൊടുത്താൽ ചെറിയ ചെറിയ രോമങ്ങളെല്ലാം അതിലൂടെ വരാനും ഇത് സഹായിക്കും. അപ്പോൾ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മസാജ് കൊടുത്തിട്ട് തന്നെ കഴുകുക. ഇപ്പോൾ ഞാൻ കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എത്രത്തോളം ഗ്ലോ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂസ് റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.